കൺസെപ്ഷൻ ചർച്ച് ഡോംബിവലിയിലും പരിസരത്തും മറ്റുള്ള എല്ലാ ആൾക്കാരെയും ഇത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു എക്സ്പോ ആണ്. മരിയൻ എക്സ്പോ 2024. അച്ഛാ, നമ്മുടെ ഈ പുതിയ ദേവാലയത്തിൻ്റെ 15ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നമ്മുടെ ഈ ഒരു മരിയൻ എക്സ്പോ 2024 ഇത്ര മനോഹരമായിട്ട് ഇവിടെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മരിയൻ എക്സ്പോയെ പറ്റി എന്താണ് അച്ഛന് പറയാനുള്ളത്? ഡോംബിവലി ഏരിയയിൽ അനുഗ്രഹദായകമായിട്ടുള്ള പരിശുദ്ധ ദൈവമാതാവിൻ്റെ ദേവാലയം കൂതാശി ഇതിൻ്റെ 15ാം വാർഷികവും ഇടവകയുടെ തിരുനാളും ഒക്കെ ആയിട്ട് അനുബന്ധിച്ചിട്ടാണ് ഈ മരിയൻ എക്സ്പോ ഇവിടെ സംഘടിപ്പിച്ചത്. അത് ഈ മാതാവിനെ പറ്റി കൂടുതൽ അറിയുന്നതിനും മാതാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൈവശാസ്ത്രം മരിയോളജി അതുമായിട്ടുള്ള വിവിധ തലങ്ങളെപ്പറ്റിയാണ് മരിയൻ എക്സ്പോയിൽ പ്രദർശിപ്പിക്കുന്നത്. ഇത് വളരെ ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്യപ്പെടുകയും വളരെയേറെ പങ്കാളിത്തത്തോടുകൂടെ നടത്തപ്പെടുകയും ചെയ്യും. ഒരുപാട് പേര് വന്ന് സന്ദർശിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദേവാലയത്തെപ്പറ്റിയും ദേവാലയത്തിൻ്റെ മധ്യസ്ഥയെപ്പറ്റിയും കൂടുതൽ ഇവിടെ വസിക്കുന്ന ഈ നാട്ടിലുള്ളവർക്കും ഇതുമായിട്ട് വന്ന് സന്ദർശിച്ചു പോകുന്നവർക്കും അറിയുവാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഈ ദിവസങ്ങൾ മാറുന്നുണ്ട്. 3 ദിവസത്തേനാണ്, വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ 3 ദിവസമാണ് ഈ മരിയൻ എക്സ്പോ സംഘടിപ്പിക്കപ്പെടുന്നത്. അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ വളരെ സന്തോഷകരമാണ്. അച്ഛാ, എനിക്ക് തോന്നുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഒരുപാട് ദിവസത്തെ പ്രയത്നമുണ്ടല്ലേ? അധ്വാനമുണ്ട്. പല ടീമുകളായിട്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ തീം കൊടുത്ത് ആ തീമിനെ പറ്റി അവർ പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരുക്കുവാൻ പ്രസൻറ്റ് ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചു എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയൊരു കാര്യം. താങ്ക് യു അച്ഛാ. Hello, hi. Hi. Yeah, what do you say about this Marian Expo 2024? It is a very fantastic initiative that was taken, and I've really enjoyed being involved in this, and I think we should have much more because Dombivli is a bucket full of talents. Thank you. Okay. ഇത്ര വലുതായ ഒരു പ്രതികരണം ഇടവാങ്ങുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷയ്ക്ക് ഉപരിയായിട്ടുള്ള ഒരു പ്രതികരണവും സബ്മിഷനുമാണ് മൊത്തത്തിൽ വന്നത്. ഇത്ര മനോഹരമായിട്ട് ഇത് അറേഞ്ച് ചെയ്യാനായിട്ട് സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വികാരി അച്ഛനും അനീഷ് അച്ഛനും കൊച്ചച്ഛനും ഇതിൽ പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. So I invite everybody, all of you, please come and watch this expo, and this is very beautiful. It will be a different experience. 2009 ഡിസംബർ 8-നാണ് ഈ ദേവാലയം കൂതാശി ചെയ്യപ്പെട്ടത്. ഈ 2024 ഡിസംബർ 8-ന് 15 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. അപ്പോൾ ഈ ഒരു 15ാമത്തെ വാർഷികത്തോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു എക്സ്പോ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ മനോഹരമായി ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ എക്സ്പോ നമുക്കൊന്ന് കാണാം. വിവിധ സംഘടനകൾ, പിതൃവേദി, മാതൃസംഘം, കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ്, യൂത്ത് അസോസിയേഷൻ, മറ്റ് ഇടവക ജനങ്ങൾ, ഇങ്ങനെയൊക്കെ ഇവരൊക്കെ കൂടിയാണ് ഇവിടുത്തെ ഇന്നത്തെ ഈ ഒരു ദൃശ്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. സോ ലെറ്റ് us വാച്ച് ദ മരിയൻ എക്സ്പോ. നമുക്കൊന്ന് കാണാം. വളരെ സവിശേഷതയുണ്ട്, വളരെ പ്രത്യേകതയുണ്ട്. And this is done by the Catechism Department. It's beautiful. വളരെ മനോഹരമായിരിക്കുന്നു. Very graceful, very proud,
excellent thing which just performed. 15 years of remarkable memories flashed back. It is a thrilling moment. We hope not 50, we should come up like this every second year. And it is a really enthusiasm of the entire people to see such a beautiful art made by our community. Thanks to our father, all the Vitraji leaders, all the Matrusingam leaders, the youth, the n number of people who participated. In catechism department also. Catechism department too, yes, and n number of people who are really volunteers, who are not on the face, but yes, marvelous. And this is Strings of Divine Bond, a fantastic artwork. And this is Our Lady of Immaculate Conception. And these are the fantastic artwork done by the parishioners. All are Mother Marys, the different form of Mother Mary. And the young dynamic Sharon. എന്ത് പറയുന്നടാ, എങ്ങനെയുണ്ട് പരിപാടി? എല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണ്. കാരണം നമുക്കിതൊക്കെ പറ്റി, പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടായിരുന്നു. And this is another fantastic work. The life of Mary through Holy Bible. ജോജി, ഇത്ര മനോഹരമായ ഒരു ക്രിയേഷൻ, എന്താണ് ഇതിൻ്റെ ഇത്രയും ഒരു വിഷൻ ഇതിൽ കൊടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താണ്? ഇതിന് മെയിൻ ഒരു തോട്ടം എന്ന് പറയുന്നത് ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് കൂടി നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഇതിന് പിന്നിൽ. കാരണം കുട്ടികൾക്കാണെങ്കിലും ഒരു വളർന്ന കുട്ടികൾക്ക് പരിശുദ്ധ മാതാവിൻ്റെ പല പല ഭാഗങ്ങൾ വിശ്വഗ്രന്ഥത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മെയിനായിട്ട് പറയുന്നത് 11 സ്ഥലങ്ങളിൽ 11 കാര്യങ്ങളാണ് വിശ്വഗ്രന്ഥത്തിൽ പറയുന്നത്. അതായത് എൻ്റെ ഹോളി ബൈബിൾ 11 പ്ലേസസ് മെൻഷൻഡ് അബൌട്ട് ദ മദർ മേരി പറയുന്നത്. നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ 11 ഭാഗങ്ങളാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ പ്യൂർലി ഒരു ഇക്കോ ഫ്രണ്ട്ലി മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫിനിഷിംഗ് ലെവൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയമെടുത്തു? നമുക്കൊരു 12 ദിവസം 2D 3D ഇൻസ്റ്റാളേഷൻ നമുക്ക് പറയാം. ഓക്കെ. ഇതിപ്പോൾ നമ്മളിപ്പോൾ വീട് ഉണ്ടാക്കിയിരിക്കുകയാണെങ്കിലും നമ്മളിതൊരു ഇതാണ് നാറ്റിവിറ്റിയുടെ ഒരു ഇതാണ്. അത് നമ്മൾ ബോർഡിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നോർമലായിട്ട് ഒരു താഴ്ത്ത് വയ്ക്കുന്നത് അത് ആണ്. ഇതൊരു 2D 3D ആൻഡ് പെയിൻറ്റിങ് വർക്ക്, ആർട്ട് വർക്ക്. ഓക്കെ, വിത്ത് ലൈറ്റിംഗ്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു ലൈറ്റ് എഫക്റ്റോട് വന്ന കാരണമാണ് നമുക്ക് ഇത്രയും ഇത്ര ഹൈലൈറ്റ് ആയിരിക്കുന്നത്, ഇത്ര വളരെ മനോഹരമായിരിക്കുന്നത്. ഈ എക്സിബിഷൻ വേണമെങ്കിൽ ഇത് കുട്ടികൾക്ക് നമുക്ക് എവിടെയെങ്കിലും ക്ലാസ് റൂമിൽ എവിടെയെങ്കിലും വെച്ചിട്ട് കുട്ടികൾക്ക് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഓക്കെ, കൺഗ്രാജുലേഷൻ ഫോർ ദിസ് ഫാന്റാസ്റ്റിക് വർക്ക്. താങ്ക് യു വെരി മച്ച്. ആൻഡ് ദിസ് ഈസ് ദ ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി. It's a creative mind. This section is known creative mind. Some pious articles. And this is another fantastic work. It's a sensory experience. Halo of blossoms and some photographs, pious articles. And these are the pillars of this Marian Expo 2024. ഇതിൻ്റെ കോർഡിനേറ്റർ മാത്യു ആൻഡ് തോമസ് കെ എം ആൻഡ് ജിതിൻ ആൻഡ് ടിൻസി ആൻഡ് ഷാരോൺ, ഇവരെ കൂടാതെ മിസ്സിസ് പ്രസില്ല ജോജി ഓൾസോ ഇൻ ദിസ് ടീം. എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? സെബാസ്റ്റ്യൻ അച്ഛന് ഒരു മാസമായി ഞങ്ങളെ വിളിച്ച് പ്ലാൻ ചെയ്ത് ഇതിങ്ങനെയായിരിക്കണം, ഓരോ ഏരിയയിൽ ഇങ്ങനെയായിരിക്കണം, കൺസെപ്റ്റുകൾ ഏത് രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുമെന്ന് ഒരു മാസമായിട്ട് സംസാരിക്കുകയും അതുപോലെ തന്നെ അനീഷ് അച്ഛന് കുറേ കാര്യങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ തന്നെയാണ് നമ്മളോട് പറഞ്ഞത് ഡോംബിവലി പാരീഷിൽ കുറേ കലാകാരന്മാരുണ്ട്. അനീഷ് അച്ഛാ, ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ചിൻ്റെ പേര് തന്നെ അനർത്ഥമാക്കുന്ന രീതിയിലുള്ള സൃഷ്ടികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഡോംബിവലിയിലെ എല്ലാ കലാകാരന്മാർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്ന് എല്ലാം കണ്ട് ആസ്വദിച്ച എല്ലാവർക്കും ജനങ്ങൾക്കും നന്ദി അറിയിച്ചു വരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇവർ തന്നെ അഹോരാത്രം ഒരാഴ്ചയായിട്ട് ഒരു പണികളിരിക്കുകയാണ്. ആക്ച്വലി പുതിയ പിള്ളേർ പറയട്ടെ.
ഓക്കെ ജിതിൻ, ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരുടെയും നല്ല ടാലൻറ്റ് കാണാൻ പറ്റി. പ്രത്യേകിച്ച് മാതാവിൻ്റെ അനുഗ്രഹമുള്ള കാരണം നല്ല രസമായിരുന്നു. ടിൻസി, ആദ്യമായിട്ടാണ് നമ്മുടെ ഇവിടെ ഒരു ആർട്ട് എക്സിബിഷൻ നടക്കുന്നത്. സോ ഡെഫിനറ്റ്ലി എല്ലാവർക്കും നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. സോ യു ആർ ഹാപ്പി? യെസ്, വെരി ഹാപ്പി. ഓക്കെ, ആൻഡ് ഇറ്റ്സ് എ ബിഗ് സക്സസ്. മാതാവിൻ്റെ അനുഗ്രഹം അല്ലേ? മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ് അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് കാനായിലെ കല്യാണ വിരുന്നിലേക്ക് അങ്ങ് കയറി പോവാം അല്ലേ? ആൻഡ് ദിസ് ഇസ് എ സീൻ ഓഫ് വെഡിങ് ഓഫ് കാന, ആൻഡ് ദിസ് ഈസ് ഡൺ ബൈ മാതൃസംഘം. So you can see, welcome to the wedding of Kana. കാനായിലെ കല്യാണത്തിൻ്റെ ഈ ദൃശ്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ ഇടവകയിലെ മാതൃസംഘം അംഗങ്ങളാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. We have മാതൃസംഘം പ്രസിഡന്റ് ഹിയർ ആൻഡ് സെക്രട്ടറി ഓൾസോ. ഇത്രയൊരു നല്ലൊരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഇത്രയൊരു നല്ല സീൻ ക്രിയേറ്റ് ചെയ്യാൻ എന്താണ് നിങ്ങളെ ഇൻസ്പയർ ചെയ്തത്? ഇൻസ്പിറേഷൻ മാതാവിൻ്റെ തന്നെയാണ്. മാതാവിൻ്റെ ഇടപെടലായിരുന്നു ഈശോയുടെ ഈ ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇൻസ്പയർ ചെയ്തത്. ഫസ്റ്റ് അത്ഭുതം നമുക്ക് കാണിക്കാൻ അവസരം തന്ന മാതാവിനും ദൈവത്തിനും നന്ദി പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് വർക്ക്. കൺഗ്രാറ്റ്സ്. Different statues of Mother Mary. And some fantastic handwork. This is a joyful mystery, feast of visitation. I am the Immaculate Conception. And this is something different, discarded to divine. Best out of waste. ഉപയോഗശൂന്യമായ സാധനങ്ങളിൽ നിന്നും നിർമ്മിച്ചതാണ് ഇതൊക്കെ. ആൻഡ് ദിസ് ഈസ് ICC at 15. And these are the photographs from 2009 to till date. 2009 മുതൽ 2024 വരെയുള്ള ഫോട്ടോഗ്രാഫ്സാണ് വിവിധ ഘട്ടങ്ങളിലെ. Oh, this is great. So Times of India paper cutting of 2009. ഇതാണ് നമ്മുടെ ഡോംബിവലി ഇടവകയിലെ കുടവയറന്മാർ. അടിപൊളി. നമുക്ക് എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് കാണാം. ഒരു ഭാഗത്ത് ഹൗവ ദൈവത്തിൻ്റെ വാക്കുകൾ നിരസിച്ചുവെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മദർ മേരി said yes to the God. മാതാവ് ദൈവത്തെ അനുസരിച്ചു.
24th സൺഡേ രാത്രി 10 മണിയോടുകൂടി ഈ എക്സ്പോ അവസാനിക്കും. അപ്പോൾ ഈ എക്സ്പോ എല്ലാവരും വന്ന് കാണുക. വളരെ മനോഹരമാണ്. ഡോംബിവലിയും പരിസരത്തും ഒക്കെയുള്ള ആൾക്കാർ ഇത് വന്ന് കാണുക. ഇത്തരം ഒരു മരിയൻ എക്സ്പോ കാണാൻ നമുക്ക് കിട്ടുന്ന അവസരം പാഴാക്കരുത്. സോ ഇൻവൈറ്റ് യു ഓൾ to come and watch this Marian Expo 2024.